വെൽക്കം ടു മൈ ചാനൽ അൻസീസ് പാഷൻസ്. നമ്മുടെ വീടുകളിൽ വിരുന്ന് സൽക്കാരങ്ങളൊക്കെ നടത്തുമ്പോഴോ അല്ലെങ്കിൽ ദൂരയാത്രയ്ക്ക് പോകുമ്പോഴോ അതും അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് നല്ലൊരു സ്നാക്കായിട്ടോ ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ചിക്കൻ പോള. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഞാനിവിടെ കുറച്ച് വലിയൊരു ചിക്കൻ പോളയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഇത്രയും ക്വാണ്ടിറ്റി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ്സ് എല്ലാം നേർപകുതിയായിട്ട് എടുത്താൽ മതിയാകും. ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ എല്ലോട് കൂടിയത് ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. വെന്ത ചിക്കൻ കഷ്ണങ്ങൾ ഞാനൊരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന ചിക്കൻ സ്റ്റോക്ക് കറികളോ ഫ്രൈഡ് റൈസോ സൂപ്പോ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചിക്കൻ കഷ്ണങ്ങളിൽ നിന്നും എല്ല് മാറ്റിയ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വയ്ക്കണം. ഇനി ഫില്ലിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് 4 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. എരിവിനാവശ്യമായ 3-4 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് എന്നിവ ചേർത്ത ശേഷം നന്നായി വഴറ്റിയെടുക്കാം. സവാളയെല്ലാം നന്നായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത ശേഷം നന്നായി വഴറ്റാം. കറിപ്പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മസാലകളുടെ റോസ്മെല്ലെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നത് കൊണ്ട് ഇത് ഏകദേശം 1.5 കപ്പോളം ക്രഷ് ചെയ്ത ചിക്കനുണ്ട്. ചിക്കനും മസാലയും എല്ലാം നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം ചോപ്പ് ചെയ്ത മല്ലിയില കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. അടുത്തതായി നമുക്ക് ചിക്കൻ പോളയ്ക്ക് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് 5 കോഴിമുട്ട ചേർക്കാം. ചെറിയ കോഴിമുട്ടയാണെങ്കിൽ 6 എണ്ണം എടുക്കണം. ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർക്കാം. ഇതിലേക്ക് 2 കപ്പ് പശുവിൻ പാൽ ചേർക്കാം. അല്പം നീളമുള്ള ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് മിക്സായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത ശേഷം നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. നന്നായി ചൂടായ ഒരു ഇരുമ്പ് ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് അടിവശം ഫ്ലാറ്റായ ഒരു നോൺ സ്റ്റിക്ക് പാനോ കടായിയോ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ചൂടായ കടായിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ നിന്നും പകുതി ഒഴിക്കാം. പാനിൻ്റെ വശങ്ങളിലേക്കെല്ലാം നന്നായി എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇതിന് മുകളിലേക്കൊന്ന് നിരത്തി കൊടുക്കാം. പാനിൻ്റെ വശങ്ങളിൽ നിന്നും 1/2 ഇഞ്ച് വിട്ട ശേഷം വേണം ഫില്ലിംഗ് നിരത്താൻ. എങ്കിലേ ഇതിന് മുകളിലേക്ക് നമ്മൾ അടുത്ത ലെയർ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. എല്ലായിടത്തും മസാലയുടെ തിക്നെസ് ഒരേ രീതിയിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ മസാല മുഴുവനായും ഇതിലേക്ക് നിരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ ലിഡിൻ്റെ വെൻറ്റ് ഹോൾ ഞാനൊരു ഗ്രാമ്പു ഉപയോഗിച്ചൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള ബാറ്റർ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് മൊത്തമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഫില്ലിംഗ് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ വേണം ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാൻ.
ഇതിന് മുകളിലേക്ക് ഒരൽപ്പം മല്ലിയില ചോപ്പ് ചെയ്തത് കൂടെ വിതറി കൊടുക്കാം. ഏകദേശം 20-25 മിനിറ്റ് വരെ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഒരു പപ്പട കമ്പിയോ സ്ക്യൂവറോ ഉപയോഗിച്ച് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് കുത്തി നോക്കാം. ക്ലീൻ ആയിട്ട് കിട്ടുന്നുവെങ്കിൽ നന്നായി വെന്തിട്ടുണ്ട്. ഒരു സ്പാറ്റുല ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡുകളൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അഥവാ ഏതെങ്കിലും ഒരു ഭാഗം ഇതിൽ സ്റ്റിക്കായിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് വിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. പോളയുടെ അടിഭാഗമൊന്നും ഒട്ടും കരിയാതെ നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. പോള വെന്ത് വന്ന സമയത്ത് തന്നെ ഞാനൊരു നോൺ സ്റ്റിക്ക് ദോശ തവ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലേക്ക് ഒരല്പം ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. പോളയുടെ മുകൾ ഭാഗം വെന്ത് വരുന്നതിന് വേണ്ടി ചൂടായ തവയുടെ മുകളിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു പ്ലേറ്റിലേക്കൊന്ന് കമിഴ്ത്തിയെടുക്കാം. പോളയുടെ മുകൾ വശമെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. സ്റ്റൗവിൻ്റെ ചൂടും പാത്രത്തിൻ്റെ തിക്നെസ്സും ഒക്കെ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്ത് തന്നെയായിരുന്നാലും അതെന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്